ഖുർആൻ അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല. 14-ാം ഭാഗം. വെള്ളത്തിനും കണക്കുണ്ട്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് പരിശുദ്ധ ഖുർആനിലൂടെയുള്ള നമ്മുടെ ജലയാത്ര തുടരാം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാ കാര്യത്തിലും കൃത്യതയും കണക്കുമുണ്ട്. സൂറത്തുൽ അഅല 2-3 ആയത്തുകൾ നാം നിരന്തരം പാരായണം ചെയ്യുന്ന ആയത്തുകളാണ്. അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ. അല്ലാഹു ആണ് സൃഷ്ടിച്ചത്, സന്തുലിതമാക്കി അന്യൂനമാക്കിയത്. അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ. എല്ലാം കൃത്യമായി കണക്കുകൂട്ടി ക്രമീകരിച്ച് നേർവഴി കാണിച്ചവനും അല്ലാഹുവാണ്. ഖദ്ദറ, കൃത്യമായി കണക്കുകൂട്ടി ക്രമീകരിച്ചവൻ. സൂറത്തുൽ ഖമർ 49-ാമത്തെ ആയത്തിൽ കാണാം, ഇന്നാ കുല്ല ശൈഇൻ ഖലഖ്നാഹു ബിഖദർ. എല്ലാ വസ്തുക്കളെയും നാം പടച്ചിട്ടുള്ളത് കൃത്യമായ കണക്കോടുകൂടിയാണ്. ബിഖദർ, എല്ലാറ്റിനും കണക്കുണ്ട്, അളവുണ്ട് എന്നർത്ഥം. വെള്ളത്തിനും അങ്ങനെ തന്നെയാണ്. വെള്ളത്തിനും കൃത്യമായ അളവും കണക്കുമുണ്ട്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറഞ്ഞു, ഭൂമിയിൽ വെള്ളത്തിൻ്റെ അളവ് 71%. അത് കൃത്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതാണ്. മഴ കൂടുതൽ പെയ്താലും കുറച്ച് പെയ്താലുമൊക്കെ ഭൂമിയിലെ വെള്ളത്തിൻ്റെ കണക്ക് കൃത്യമാണ്. 71%. ചില കൊല്ലം അത് 75% വേറെ ചില കൊല്ലം അത് 60% ഇങ്ങനെ കൂടുകയോ കുറയുകയോ ഇല്ല. വല്ലദീ നസ്സല മിനസ്സമാഇ മാഅൻ ബിഖദരിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ആകാശത്ത് നിന്ന് വെള്ളം കൃത്യമായ കണക്കോടുകൂടി ഇറക്കി തന്നിട്ടുള്ളത്. അപ്പോൾ ആകാശത്ത് നിന്ന് അല്ലാഹു വെള്ളമിറക്കി എന്നല്ല, വെള്ളമിറക്കിയത് അഥവാ മഴ പെയ്യിച്ചത് അല്ലെങ്കിൽ വെള്ളം ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വീഴ്ത്തിയത് നസ്സല മിനസ്സമാഇ മാഅൻ ബിഖദർ. ആകാശത്ത് നിന്ന് അല്ലാഹു ഭൂമിയിലേക്ക് വെള്ളം കുറേശ്ശെയായി കൃത്യമായ കണക്കോടുകൂടി ഇറക്കി തന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ മഴയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കൃത്യമായ അളവിലുള്ള വെള്ളം എന്നാണ്. വെള്ളമിറക്കി എന്നല്ല, കൃത്യമായ അളവിൽ വെള്ളമിറക്കി എന്നാണ്. ഇനി സൂറത്തുൽ മുഅ്മിനൂൻ 18-ാമത്തെ ആയത്ത് നോക്കുക. വഅൻസൽനാ മിനസ്സമാഇ മാഅൻ ബിഖദർ. ആകാശത്ത് നിന്ന് നാം കൃത്യമായ അളവിൽ വെള്ളം വീഴ്ത്തിയിരിക്കുന്നു. നേരത്തെ നസ്സൽന എന്നാണ് പറഞ്ഞത്, ഇവിടെ അൻസൽന എന്നാണ് പറഞ്ഞത്. നസ്സല എന്ന് പറയുന്നത് കുറേശ്ശെയായി ഇറക്കുക എന്ന് പറയാം. അൻസല എന്ന് പറഞ്ഞാൽ ഒന്നിച്ചിറക്കുക എന്നും പറയാറുണ്ട്. അപ്പോൾ മഴയെ ഇടയ്ക്കിടയ്ക്ക് വീഴ്ത്തുന്നതും മഴയെ ഒന്നിച്ചു വീഴ്ത്തുന്നതും ഒക്കെ കൃത്യമായ അളവോടും കണക്കോടും കൂടിയാണ്. വഅൻസൽനാ മിനസ്സമാഇ മാഅൻ ബിഖദർ ഫഅസ്കന്നാഹു ഫിൽ അർദ്. എന്നിട്ട് അല്ലാഹു തുറന്നു പറയാണ്, അതിനെ ഭൂമിയിലേക്ക് നാം സൂക്ഷിച്ചു നിർത്തി, ഭൂമിക്കടിയിലേക്ക് അതിനെ സംരക്ഷിച്ചു നിർത്തി. ഫഅസ്കന്നാഹു ഫിൽ അർദ് എന്നാണ്. ഭൂമിയിലെ അതിൽ നാം തങ്ങി നിർത്തുന്നതാക്കി, സൂക്ഷിച്ചു നിർത്തുന്നതാക്കി. വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ. എന്നാൽ അതിനെ വറ്റിച്ചു കളയാനും നമുക്ക് കഴിയും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന്
വെള്ളം, മഴ കണിശമായ കണക്ക് പ്രകാരം ഇറക്കി അതിനെ ഭൂമിയിൽ താമസിപ്പിച്ചു അല്ലെങ്കിൽ പാർപ്പിച്ചു. എന്നിട്ട് അതിനെ ഏത് സമയവും വേണമെങ്കിൽ വറ്റിച്ച് കളയാൻ കഴിവുള്ളവനാണ് അള്ളാഹു. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മഴയെക്കുറിച്ച്, വെള്ളത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഈ മേലായത്തിൽ പരാമർശിച്ചിട്ടുള്ള ഈ അളവുകൾ അത് മഴയുമായി ബന്ധപ്പെട്ട, വെള്ളവുമായി ബന്ധപ്പെട്ട ഈ അളവുകൾ പരിശോധിച്ച് നോക്കുക. ഭൂമിയിൽ മൊത്തത്തിൽ പെയ്യുന്ന മഴയുടെ അളവ് പരിശോധിച്ച് നോക്കിയാൽ അത് കൃത്യമാണ്. സത്യത്തിൽ നമുക്കറിയാം, ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെയല്ല മഴ പെയ്യുന്നത്. ചില സ്ഥലത്ത് കൂടുതൽ മഴ പെയ്യുന്നു. ഇപ്പോൾ ഗൾഫിലൊക്കെ ഇപ്പോൾ യുദ്ധപശ്ചാത്തലമാണ്. യുദ്ധപശ്ചാത്തലത്തിൽ ആളുകൾ വെള്ളമൊക്കെ കൂടുതൽ വാങ്ങി സ്റ്റോർ ചെയ്യുന്നുണ്ട്. കാരണം വെള്ളമില്ലാതായാൽ അതോടുകൂടി ജീവൻ നിലക്കും. ജീവൻ്റെ ആധാരമാണ് വെള്ളം എന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ട് വെള്ളം വളരെ പ്രധാനമാണ്. ഗൾഫിലൊക്കെ നാട്ടിൽ മഴ പെയ്യുന്നത് പോലെ മഴ പെയ്യുന്നില്ല. ഇവിടെ വല്ലപ്പോഴുമൊക്കെ മഴ പെയ്താലായി. ഭൂമിയിൽ ഓരോ സ്ഥലത്തും മഴ പെയ്യുന്നതിന് തോതിൽ വ്യത്യാസമുണ്ട്. എല്ലായിടത്തും ഒരുപോലെയല്ല മഴ പെയ്യുന്നത്. എന്തുകൊണ്ടാണ് ലോകത്ത് എല്ലായിടത്തും ഒരുപോലെ മഴ പെയ്യാത്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ മഴ പെയ്യുന്ന പ്രദേശങ്ങളും മഴ പെയ്യാത്ത പ്രദേശങ്ങളും ഒക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിൽ ഏകദേശം 5-6 മാസമൊക്കെ മഴ അങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് ഭൂമിയിലെ ചില പ്രത്യേക സ്ഥലങ്ങളിലാണ്. ഇന്ത്യ, ദക്ഷിണപൂർവേഷ്യ, ഇന്ത്യയിൽ തന്നെ നമ്മുടെയൊക്കെ നാടുകളിൽ, വിശേഷിച്ച് ഇന്ത്യയുടെ ചില അറ്റങ്ങളിൽ, ചില ഭാഗങ്ങളിലൊക്കെ കൂടുതൽ മഴ കിട്ടുന്നുണ്ട്. പിന്നെ ദക്ഷിണ ചൈന, ജപ്പാൻ, അതുപോലെ പശ്ചിമാഫ്രിക്കയിലെയും മധ്യാഫ്രിക്കയിലെയും ചില ഭാഗങ്ങൾ, ഇവിടെയൊക്കെയാണ് കൂടുതൽ മഴ പെയ്യുന്നത്, അല്ലെങ്കിൽ മഴ ധാരാളമായി വർഷിക്കുന്നത്. മൺസൂൺ കൃത്യമായി വിരുന്ന് വന്ന് മഴ പെയ്തു പോകുന്നത്. എന്നാൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലോ, അവിടെയൊക്കെ വല്ലപ്പോഴുമൊക്കെ മഴ പെയ്തെങ്കിലായി. മഴ വല്ലപ്പോഴുമേ അവിടെ വിരുന്ന് വരുന്നുള്ളൂ. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട സൗദി അറേബ്യയിൽ, പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ജസീറത്തുൽ അറബിൽ മഴ വളരെ അപൂർവമായി മാത്രം ലഭിക്കുന്ന സ്ഥലമായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയ ഈ പരിശുദ്ധ ഖുർആനിൽ മഴയെക്കുറിച്ച് എത്ര കൃത്യമായും എത്ര വ്യക്തമായുമാണ് പരാമർശിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കൗതുകകരമായി തോന്നും. ഭൂമിയിൽ നിന്ന് നീരാവി ആകാശത്തേക്ക് ഉയരുന്നു. അത് ആകാശത്ത് പോയി അതിൽ നിന്ന് പിന്നീട് മേഘങ്ങളായി, മേഘം ഘനീഭവിച്ച് പിന്നീട് വെള്ളം മഴയായി ഭൂമിയിലേക്ക് വരുന്നു. ഇതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്ന് പരിശോധിച്ച് നോക്കുക. ഭൂമിയിൽ നിന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് നീരാവിയായി ആകാശത്തേക്ക് പോകുന്ന വെള്ളത്തിൻ്റെ കണക്കും, അവിടെ പോയി അത് തണുത്തുറഞ്ഞ് മേഘമായി ഭൂമിയിലേക്ക് തന്നെ മഴ പെയ്ത് വരുന്നതിൻ്റെ കണക്കും കൃത്യമാണ്. ഏകദേശം 17 മില്യൺ ക്യൂബിക് മീറ്റർ വെള്ളമാണ് ഇവിടെ നിന്ന് നീരാവിയായി ആകാശത്തേക്ക് ഓരോ സെക്കൻഡിലും പോയിക്കൊണ്ടിരിക്കുന്നത്. ഭൂമിയിൽ നിന്ന് 17 മില്യൺ ക്യൂബിക് മീറ്റർ പെർ സെക്കൻഡ്, ഓരോ സെക്കൻഡിലും 17 മില്യൺ ക്യൂബിക് മീറ്റർ വെള്ളമാണ് ആകാശത്തേക്ക് നീരാവിയായി പോയിക്കൊണ്ടേയിരിക്കുന്നത്. സഹോദരന്മാരെ, ഒരു സെക്കൻഡിൽ 17 ദശലക്ഷം 17 മില്യൺ ക്യൂബിക് മീറ്റർ വെള്ളമാണ് ഭൂമിയിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 17 മില്യൺ ക്യൂബിക് മീറ്റർ വെള്ളം ആകാശത്തേക്ക് നീരാവിയായി പോകുന്നു ഒരു സെക്കൻഡിൽ. അതേ സെക്കൻഡിൽ 17 മില്യൺ ക്യൂബിക് മീറ്റർ വെള്ളം ഭൂമിയിലേക്ക് താഴേക്ക് വരികയും ചെയ്യുന്നു. ഇനി അള്ളാഹ് പറഞ്ഞത് എത്രമാത്രം കൃത്യമാണ് എന്നൊന്ന് പരിശോധിച്ച് നോക്കുക. വല്ലദീ നസ്സല മിനസ്സമാഇ മാഅൻ ബിഖദർ. അവനാണ് ആകാശത്ത് നിന്ന് മഴ കൃത്യമായി ഇടവേളകളിൽ ഭൂമിയിലേക്ക് ഇറക്കുന്നത്. വഅൻസൽനാ മിനസ്സമാഇ മാഅൻ ബിഖദർ. അവനാണ് ആകാശത്ത് നിന്ന് ഒന്നിച്ച് മഴ കൃത്യമായി ഭൂമിയിലേക്ക് കൃത്യമായ കണക്കോടുകൂടി, അളവോടുകൂടി ഇറക്കുന്നത്. അപ്പോൾ എല്ലാറ്റിനും കണക്കുണ്ട്, എല്ലാറ്റിനും കൃത്യതയുണ്ട്. മഴക്ക്, വെള്ളത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കും കൃത്യതയും വെച്ചിരിക്കുന്നു.
അതാർക്കും മാറ്റുക സാധ്യമല്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.